സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം ഉടനടി തുടങ്ങുമെന്ന് അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സഭയിൽ ഈ വിഷയം ചോദ്യമായി ഉയർന്നപ്പോഴാണ് മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ വിതരണം ഉടനടി നടത്തുമെന്ന് അറിയിച്ചത്. ഇതിന് പിന്നാലെ എണീറ്റ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അർഹരായ വ്യക്തികൾക്ക് പെൻഷൻ നിഷേധിക്കുന്നതായി സഭയെ അറിയിച്ചു. മകൻ അമേരിക്കയിലായതുകൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് പെൻഷൻ നിഷേധിച്ച കാര്യമാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയത്. ഇതിന് മറുപടിയായി എണീറ്റ വി.ഡി. സതീശൻ പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ച വസ്തുതയെ തള്ളിപ്പറഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം. അത് അംഗീകരിക്കുന്നുവെന്നാണ് ആദ്യം തന്നെ വി.ഡി. സതീശൻ പറഞ്ഞത്. പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകളുണ്ടെന്നും ചുറ്റുപാടുകൾ മികച്ചതാണെന്ന് കരുതി ആ വീട്ടിലെ വൃദ്ധർ പെൻഷന് അർഹരല്ലെന്ന മുൻവിധി തെറ്റാണെന്ന് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. രണ്ടു മക്കളും വിദേശത്തുണ്ടെന്നതുകൊണ്ട് അവർ അമ്മയെ നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മക്കൾക്ക് മികച്ച ജോലിയുണ്ടെന്ന കാരണത്താൽ അവർക്ക് പെൻഷൻ നിഷേധിക്കാൻ പാടില്ല. കനത്ത ചൂടിൽ വലഞ്ഞതിനാൽ വൃദ്ധയായ അമ്മയ്ക്ക് AC വെച്ച് നൽകി എന്നതുകൊണ്ട് പിന്നീട് അവർക്ക് പെൻഷൻ നിഷേധിക്കപ്പെട്ടു. ഇക്കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞതിൽ വസ്തുതയുണ്ടെന്നുമാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. പ്രതിപക്ഷം എന്ത് പറഞ്ഞാലും അതിനെ കണ്ണും പൂട്ടി എതിർക്കാൻ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നത് പിണറായി വിജയനും ഭരിക്കുന്നത് LDFുമല്ല. സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിനും വിലയുണ്ടെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ അത് പ്രാവർത്തികമാക്കുമെന്ന് പലകുറി ആവർത്തിച്ചിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മുഖ്യമന്ത്രി. ആ ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. ഇപ്പോൾ തന്നെയുള്ള പെൻഷന്റെ ഉത്തരവ് നാളെ ഇറങ്ങും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുകയും ചെയ്യും. ഇനി മുതൽ മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെടാൻ നോക്കിയത്. ഈ ലോസ് ആഞ്ചലസിൽ പോയയാള് ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവരെ ആ മകന്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമെന്നൊരു സംശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയിച്ച സമയത്ത്, സർക്കാർ നിശ്ചയിച്ച സമയത്ത് അർഹരായി ആയിരിക്കും. പിന്നീട് അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്തുകയും വീടിന് വരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പൊ തന്നെ വെച്ചിരിക്കുന്ന കണ്ടീഷനിൽ AC വെക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. വ്യാപകമായ പരാതിയുണ്ട് അതിനെ സംബന്ധിച്ച്. കാരണം ഇപ്പൊ രോഗിയായ ഒരാൾ, പ്രായമുള്ള ഒരാൾ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഈ കടുത്ത ചൂടിനെ അവഗണിക്കാൻ വേണ്ടി ചിലപ്പോൾ മക്കളോ ആരെങ്കിലും ഒരു AC വെച്ച് കൊടുത്തതാണ്. പരാതിയുണ്ട്. നമ്മൾ പരിശോധിക്കാം. അപ്പൊ ആ AC ഉള്ളത് കൊണ്ട് മാത്രം പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പൊ മക്കൾ വിദേശത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ജോലി ചെയ്യുന്നു, അവര് വരുമാനം അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇവർക്കുള്ള ചെലവിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. അപ്പൊ അവരുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഇതിന്റെ അതൊന്നും ഒഴിവാക്കാനല്ല. നമുക്ക് അർഹരായ ആളുകൾ വരുമ്പോൾ ഇതിന്റെ നമ്പർ കൂടുകയും അർഹരായ ആളുകൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് സമയാസമയങ്ങളിൽ ഇതൊരു പരിശോധന നടത്തി പുറത്ത് നിൽക്കുന്ന അർഹരായ ആളുകളെ അകത്ത് കയറ്റാനും അനർഹരായ ആളുകളെ പുറത്ത് കളയാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മനസ്സിലായി തീർച്ചയായിട്ടും. അതുകൊണ്ട് മക്കള് വിദേശത്താണെങ്കിലും മക്കളെ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല. ഇപ്പൊ ചില അമ്മമാര് പറയാറുണ്ട്, 2 മക്കളുണ്ട്, 2 മക്കളുണ്ട്, മൂത്ത ആൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കില്ല. അയാൾക്ക് നിവൃത്തിയില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആൾക്ക് സഹായിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ അയാൾ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞത് ഗൗരവമായിട്ട് തന്നെ എടുക്കും.